അനസ്തേഷ്യ പിഴവ് കൊണ്ട് കുഞ്ഞ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളൊക്കെ നമുക്കിപ്പോൾ നിലവിൽ വരുന്നുണ്ട്. അതിലേക്കാണ് എന്നുള്ളത് നമുക്കറിയണം. അതിന് അവിടെ ഈ അനസ്തേഷ്യ കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയ ഡോക്ടർ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഉണ്ടായ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ അതൊക്കെ പുറത്തു വരണം എന്നുള്ളതാണ് പറയാനുള്ളത്. അത് മാനേജ്മെന്റ് ആയാലും അവരെല്ലാവരും ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഒതുക്കി തീർത്താല് നാളെയും ഇത് ആവർത്തിക്കും. ഇത് നമുക്ക് മനസ്സിലാവും. നമ്മളെ വാർത്താ ചാനലുകൾക്കൊക്കെ ഇന്നലെ വരുന്ന അടിയിലെ കമന്റ് വായിച്ചാല് എല്ലാ അവിടെ ഉണ്ടായിട്ടുള്ള പൂർവ്വകാല വീഴ്ചകളും അവരെങ്ങനെയാണ് എന്താണ് അവിടുത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് മനസ്സിലാവും. അത് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇത് എത്രത്തോളം മെഡിക്കലി എത്രത്തോളം നമുക്ക് ഇതിനെ ഇത്രയും വലിയ ലോബിയോട് ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നമ്മൾ ഇതിന്റെ അവസാനം വരെ ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഇതിന്റെ ഈ കുട്ടിക്ക് നീതി ലഭിക്കുന്നത് വരെ അവസാനം വരെ പോരാടണം തന്നെയാണ് നമ്മളിപ്പം പയ്യന്നൂർ ഡിവൈഎസ്പിക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല. അതില് നീതിയുക്തമായ അന്വേഷണം നടക്കും എന്ന് അവര് പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും നമുക്ക് അറിയാം ഇവരെ ഉന്നതതലത്തിലെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ബലമായ സംശയമുണ്ട്. അത് ഒരു നമ്മളിപ്പോ ഒരു ഡോക്ടർക്കെതിരെ മാത്രമാണ് എഫ്ഐആർ വന്നിട്ടുള്ളത്. അത് മാനേജ്മെന്റ് മൊത്തം ഈ എല്ലാ ഡോക്ടർമാർക്കെതിരെയും അവിടെ ഉണ്ടായ മറ്റു ഡോക്ടർമാർക്ക് ഇത് അനസ്തേഷ്യ കൊടുത്ത ഡോക്ടർ എന്ന് പറയുന്നത് കൊടുക്കുമ്പം വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് മെഡിക്കൽ ഇതാണ്. അത് നമ്മളിപ്പം മറ്റു ഡോക്ടർമാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു 3 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിക്ക് ഇത്ര ഒരു ചെറിയൊരു മുറിവിന് ഒരിക്കലും അനസ്തേഷ്യ ആരും സജസ്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടി കേൾക്കുന്നുണ്ട്. അതൊക്കെ പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ല, ഒരിക്കലും അല്ല. ഇത് ഒരു അനസ്തേഷ്യ കൊടുത്ത ഒരു ഡോക്ടർ മാത്രം വന്ന വീഴ്ചയല്ല. ഇത് ആ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. എന്തുകൊണ്ട് അത് ഒരു ചെറിയൊരു മുറിവ് പോലുമായിട്ട് പോകുന്ന കുട്ടിയെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ചികിത്സാ രീതികൾ കൊണ്ടുപോകുന്നുള്ള എന്താണ് അനസ്തേഷ്യ കൊടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു, അത് സജസ്റ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ എന്തായിരുന്നു, അതൊക്കെ ഡോക്ടർമാർക്കെതിരെ നിങ്ങൾ നടപടി വേണമെന്ന് ആവശ്യം തീർച്ചയായും വേണം. ഇതിപ്പോ നിങ്ങൾ കുടുംബം ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധങ്ങളിലേക്ക് മറ്റും നീങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇപ്പോ പോസ്റ്റ്മോർട്ടത്തിനായി പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. കൊണ്ടുപോകും. അതിനുശേഷം ആലോചിച്ചിട്ട് പറയാം. സുഖിൽ കുമാർ.